അമേരിക്കയില്ലെങ്കിൽ ഇസ്രയേലിന് ലോകത്തിൽ വേറെ ആരുമില്ലെന്ന് അഹങ്കരിച്ചവർക്കുള്ള ചുട്ട മറുപടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞങ്ങൾക്ക് അമേരിക്ക മാത്രമല്ല ഇന്ത്യയെ പോലുള്ള വമ്പൻ ശക്തികൾ ഒപ്പമുണ്ടെന്ന് മുഖത്തടിച്ചതുപോലെ പറഞ്ഞ് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ കിടുക്കിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ലോകത്തിൽ തങ്ങൾ മാത്രമാണ് ഇസ്രായേലിന്റെ ഏക ശക്തമായ സഖ്യകക്ഷി എന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ അഹങ്കാരം നിറഞ്ഞ പ്രസ്താവനയാണ് നെതന്യാഹു പരസ്യമായി തള്ളിക്കളഞ്ഞത്. ഫോക്കസ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം അമേരിക്കയ്ക്ക് ശക്തമായ ഈ താക്കീത് നൽകിയത്. JD വാൻസിനെ താൻ ബഹുമാനിക്കുന്നുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് മികച്ച സുഹൃത്താണെന്നും പറഞ്ഞ നെതന്യാഹു പക്ഷെ അമേരിക്കയുടെ വിലയിരുത്തലുകൾക്കൊപ്പമല്ല താനെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇസ്രായേലിന് ഇന്ത്യയെ പോലെയുള്ള മറ്റു മികച്ച സുഹൃത്തുക്കൾ ഉണ്ടെന്നും 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിന് ലഭിക്കുന്നത് സമാനതകളില്ലാത്ത പിന്തുണയാണെന്നും നെതന്യാഹു അമേരിക്കൻ മാധ്യമത്തിന് മുന്നിൽ തുറന്നടിച്ചു. ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ഇന്ത്യക്കാരിൽ നിന്ന് ലഭിക്കുന്ന വമ്പൻ പിന്തുണ കണ്ട് താൻ ശരിക്കും അത്ഭുതപ്പെടാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ജൂണിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നടത്തിയ ചില പരാമർശങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയായിരുന്നു. ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഏക രാഷ്ട്ര തലവനെന്നും ലോകത്തിൽ ഇസ്രായേലിനെ അവശേഷിക്കുന്ന ഒരേ ഒരു ശക്തനായ സഖ്യകക്ഷി അമേരിക്ക മാത്രമാണെന്നുമായിരുന്നു വാൻസിന്റെ അവകാശവാദം. അമേരിക്കയെ വിമർശിക്കുന്ന ഇസ്രായേൽ മന്ത്രിമാർക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലായിരുന്നു വാൻസ് ഇത് പറഞ്ഞത്. എന്നാൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ ഈ വാദങ്ങളെയാണ് ഇന്ത്യയുടെ പേര് പറഞ്ഞ് നെതന്യാഹു ഒറ്റയടിക്ക് പൊളിച്ചടുക്കിയത്. അമേരിക്കയെ പോലും അമ്പരപ്പിക്കുന്ന ഈ ഇന്ത്യ ഇസ്രായേൽ സൗഹൃദത്തിന് വെറുമൊരു നയതന്ത്ര ബന്ധത്തിനപ്പുറം ദശാബ്ദങ്ങളുടെ രക്തബന്ധമുണ്ട്. 1999 കാർഗിൽ യുദ്ധകാലത്ത് ലോകം മുഴുവൻ ഇന്ത്യക്കെതിരെ തിരിഞ്ഞപ്പോൾ അമേരിക്കയുടെ ഭീഷണികളെ പോലും വകവയ്ക്കാതെ നമുക്കൊപ്പം നിന്ന ഒരേ ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇന്ത്യയെ ഒരു തരത്തിലും സഹായിക്കരുതെന്ന് അമേരിക്ക അന്ന് ഇസ്രായേലിന് കർശന താക്കീത് നൽകിയിരുന്നു. എന്നാൽ ആ വിലക്കുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ ഇന്ത്യയിലേക്ക് തങ്ങളുടെ സഹായങ്ങൾ എത്തിച്ചു. ഇസ്രായേൽ നൽകിയ ആളില്ലാ വിമാനങ്ങളും ലേസർ ഗൈഡഡ് ബോംബുകളും ശത്രുക്കളുടെ താവളങ്ങൾ കൃത്യമായി കണ്ടെത്താനുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളുമാണ് കാർഗിൽ മലനിരകളിൽ ഇന്ത്യൻ സൈന്യത്തിന് ഏറ്റവും വലിയ മുൻതൂക്കം നൽകിയത്. അമേരിക്ക വിരട്ടിയിട്ടും കേൾക്കാതെ ഇന്ത്യ ചോദിച്ചതിലും വലിയ സഹായങ്ങൾ നൽകി കൂടെ നിന്ന് നമ്മുടെ യഥാർത്ഥ ചങ്കാണ് ഇസ്രായേൽ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു സുഹൃത് രാജ്യത്തെ എങ്ങനെ സഹായിക്കണമെന്ന് ഇസ്രായേൽ അന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. പിന്നീട് അങ്ങോട്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരം സഹായിച്ചുകൊണ്ട് ഈ ഉഭയകക്ഷി ബന്ധം അചഞ്ചലമായിട്ടുള്ള ഒരു സൈനിക നയതന്ത്ര സഖ്യമായി വളരുന്നതാണ് ലോകം കണ്ടത്. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ആരും ധൈര്യപ്പെടാതിരുന്ന കാലത്ത് ചരിത്രത്തിലാദ്യമായി ഇസ്രായേൽ മണ്ണിൽ നേരിട്ടെത്തി ഈ ബന്ധത്തിന് പുതിയ മുഖം നൽകിയത് നരേന്ദ്രമോദിയാണ്. അമേരിക്കയുമായി പോലും ഇല്ലാത്ത അത്രയും സുതാര്യവും ശക്തവുമായിട്ടുള്ള പ്രതിരോധ സഹകരണമാണ് ഇന്ന് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ളത്. കോവിഡ് മഹാമാരിയുടെ ഇരുണ്ട കാലത്ത് നിർണായക മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറുന്നതിലും വാക്സിൻ ഗവേഷണങ്ങളിലും ഉറ്റ സഹോദരങ്ങളെ പോലെ ഇരു രാജ്യങ്ങളും പരസ്പരം താങ്ങായിരുന്നു. അതുകൂടാതെ നിരവധി രഹസ്യാന്വേഷണ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനുകളിൽ ഇസ്രായേലിന്റെ ചാര സംഘടനയായിട്ടുള്ള മൊസാദും ഇന്ത്യൻ ഏജൻസികളും തോളോട് തോൾ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഈ അചഞ്ചലമായിട്ടുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് തങ്ങളില്ലെങ്കിൽ ഇസ്രായേലിന് വേറെ ആളില്ലെന്ന് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് അഹങ്കരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യ ഉണ്ടെന്ന കാര്യം മറക്കണ്ട എന്ന് നെതന്യാഹു അമേരിക്കയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞത്. അന്ന് ഇസ്രായേൽ സഹായിച്ച കൂട്ടുകാരനായിട്ടുള്ള ഇന്ത്യ ഇന്ന് അനിഷേധ്യമായ ഒരു ലോകശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് അമേരിക്കയോട് നെതന്യാഹു ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കയ്ക്ക് പോലും ഇല്ലാത്ത സൗഹൃദവും ഉഭയകക്ഷി ബന്ധവും തങ്ങൾക്ക് ഇന്ത്യയോടുണ്ട് എന്ന് ഇസ്രായേൽ നെഞ്ചത്തടിച്ച് തന്നെ അഭിമാനത്തോടെ പറയുകയാണ്. ഇന്ത്യയുടെ വളർച്ചയിൽ ഇന്ത്യക്കാരെ പോലെ തന്നെ സന്തോഷിക്കുന്ന മറ്റൊരു രാജ്യം ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഇസ്രായേൽ മാത്രമാണെന്ന് നമുക്ക് കണ്ണുമടച്ചു പറയാം. അമേരിക്കയുടെ വലിയേട്ടൻ മനോഭാവത്തിന് ശക്തമായ പ്രഹരമാണ് നെതന്യാഹു നൽകിയത്. നരേന്ദ്രമോദി സർക്കാരിന്റെ നയതന്ത്ര നിലപാടുകൾക്കും വിദേശ നയത്തിനും ലഭിക്കുന്ന ഏറ്റവും വലിയ ആഗോള അംഗീകാരം കൂടിയാണ്. സാങ്കേതികമായും സൈനികമായും ഏറെ മുന്നോട്ട് നിൽക്കുന്ന ഇസ്രായേലിനെ പോലൊരു രാജ്യം അമേരിക്കയെ പോലും വെല്ലുവിളിക്കാൻ ഇന്ന് ഇന്ത്യയാണ് കൂട്ടുപിടിക്കുന്നത്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഈ അചഞ്ചലമായിട്ടുള്ള സൗഹൃദം ആഗോള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ചെറുതല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ലബനനിലെ സൈനിക നടപടികളെ ചൊല്ലിയും ഇറാൻ വിഷയത്തിലും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഭിന്നതയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് നെതന്യാഹുവിന്റെ ഈ പരസ്യ പ്രതികരണം വരുന്നത്. വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസിൽ വെച്ച് ഡൊണാൾഡ് ട്രംപുമായി വരും ആഴ്ചകളിൽ കൂടിക്കാഴ്ച നടത്താൻ നെതന്യാഹു തയ്യാറെടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് അമേരിക്കയ്ക്ക് ഈ കൃത്യമായിട്ടുള്ള സന്ദേശം ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ചുരുക്കത്തിൽ ലോകം തങ്ങളുടെ കാൽ കീഴിലാണെന്ന പാശ്ചാത്യരുടെ പ്രത്യേകിച്ച് അമേരിക്കയുടെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്.
ഇന്ത്യ ഞങ്ങളുടെ പക്ഷത്തുണ്ട്, അത് അമേരിക്ക മറക്കണ്ട എന്ന ഇസ്രായേലിന്റെ താക്കീത് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ വളരുന്ന കരുത്താണ് വിളിച്ചോതുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.